ഇന്ന് പാൽക്കപ്പയാണ് ഉണ്ടാക്കിയത്. സാധാരണ പാൽക്കപ്പ വൈറ്റ് കളറാണ്. ഇതിനൊരു റെഡ് ടിഞ്ചുണ്ട്. അതെന്താന്ന് പിന്നീട് പറയാം. ഈ കപ്പയാണ് ഇന്ന് കുക്ക് ചെയ്യാൻ എടുക്കുന്നത്. കപ്പയുടെ ബ്രൗൺ കളർ തോട് ആദ്യം കളയണം. അതിനുശേഷം ഇങ്ങനെ പീസസായി കട്ട് ചെയ്ത് വെള്ളത്തിലേക്ക് ഇടണം. പാൽക്കപ്പ നല്ല കുഴഞ്ഞാണ് ഇരിക്കേണ്ടത്. അതുകൊണ്ട് ചെറുതായി കട്ട് ചെയ്തിടുന്നതായിരിക്കും നല്ലത്. ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വേകുകയും ചെയ്യും. മാത്രമല്ല നമുക്ക് പെട്ടെന്ന് കുഴച്ചെടുക്കാനും കഴിയും. കപ്പ ഇതേമാതിരി കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ നടുക്കുള്ള ഈ പോർഷൻ കളയണം. നാരിൻ്റെ ഭാഗമാണത്, അത് കളയാം. ഈ കപ്പ ഒന്നുകൂടി കഴുകിയെടുക്കണം. അതിനായിട്ട് വെള്ളം ഒഴിക്കാം. ഇവിടെ ഞാനൊരു 3 പ്രാവശ്യം വെള്ളം മാറ്റി കഴുകിയെടുത്തു. കപ്പ കഴുകിയതിനു ശേഷം വേവിക്കാനായിട്ട് വെള്ളം ഒഴിക്കുകയാണ്. കപ്പ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിക്കണം. കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. കപ്പ നല്ലതുപോലെ തിളച്ചതിന് ശേഷം ആ വെള്ളം ചെറുതായി ഒന്ന് കുറുകി തുടങ്ങുമല്ലോ, അന്നേരം ഇതിൽ നിന്നും ആ കപ്പ എടുത്ത് മാറ്റണം. ഇതേമാതിരി കപ്പ തിളപ്പിച്ച് ആദ്യത്തെ വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയുമ്പോൾ ഈ കപ്പയിലുള്ള ടോക്സിക് കോമ്പൗണ്ട് എല്ലാം പോയി കിട്ടും. തിളച്ച വെള്ളത്തിൽ നിന്നും കപ്പ എടുത്ത് മാറ്റുന്നതാണ് സേഫ്. പാത്രത്തോടെ എടുത്ത് മറിക്കുവാണെങ്കിൽ കൈയൊക്കെ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. പ്രഷർ കുക്കറിലും ഇത് ചെയ്യാവുന്നതാണ്. പക്ഷേ സൂക്ഷിച്ചില്ലെങ്കിൽ ആദ്യം തന്നെ നല്ലതുപോലെ അങ്ങ് കുക്കായി പോവും. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രഷർ കുക്കറിൽ ആദ്യം ഒറ്റ വിസിലിന് വേവിക്കണം. അതിനുശേഷം ആ വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയണം. അതിനുശേഷം ചൂടുവെള്ളം ഒഴിച്ച് ഒരു 2-3 വിസിലിന് വേവിക്കണം. ആ ചെരുവം കഴുകിയതിന് ശേഷം വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കാം. ഫ്ലെയിം ഓൺ ചെയ്തു കൊടുത്തു. ഇനി അതൊന്ന് ചൂടാകണം. അതിലേക്ക് 1/4 കപ്പ് തേങ്ങയുടെ 1/4 പാലാണ് ഒഴിച്ചത്. തേങ്ങാപ്പാൽ ചേർത്ത വെള്ളം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കപ്പ ഇടാം. കുറച്ച് വേവിച്ച കപ്പയായതുകൊണ്ടാണ് ചൂടുവെള്ളത്തിലേക്ക് ഇടുന്നത്. ഇതിൽ കിടന്ന് തിളച്ച് മറിഞ്ഞ് വേകണം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. സാധാരണ പാൽക്കപ്പ വൈറ്റ് കളറിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ എരിവിനായി പച്ചമുളകാണ് ചേർക്കുന്നത്. കാന്താരി മുളകാണുള്ളതെങ്കിൽ അതും ചതച്ച് ചേർക്കാവുന്നതാണ്. ഇതൊന്ന് വെട്ടി തിളച്ചു കഴിഞ്ഞാൽ ചെറുതായി ഓപ്പൺ ചെയ്തിരിക്കുന്ന രീതിയിൽ ഒന്ന് അടച്ചു വെക്കണം. ഒരു 5 മിനിറ്റ് അങ്ങനെ വേവിച്ചതിന് ശേഷം ഓപ്പൺ ചെയ്യാം. ഇനി അങ്ങോട്ട് തുടർച്ചയായി ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ വേകുന്നതിനനുസരിച്ച് ഒന്ന് ഉടച്ചു കൊടുക്കുന്നതും നല്ലതാണ്. ഇതിപ്പോൾ ഏകദേശം ഒന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട്. എരിവിനായി പച്ചമുളകോ കാന്താരി മുളകോ ഈ സമയം ചതച്ച് ചേർക്കാവുന്നതാണ്. പാൽക്കപ്പ ഇതേമാതിരി നല്ലതുപോലെ കുഴഞ്ഞുടഞ്ഞിരിക്കണം. അതാണ് അതിൻ്റെ ടെക്സ്ചർ. ഇനി ഇതൊന്ന് താളിച്ചെടുക്കണം. അതിനായി ഒരു കടായി ചൂടാക്കി വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് കടുകിടാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തത്, വെളുത്തുള്ളി സ്ലൈസ് ചെയ്തത്, കറിവേപ്പില, ഉണക്കമുളക് ഇത്രയുമാണ് ഇടേണ്ടത്.
വെളുത്തുള്ളി ചേർക്കുന്നത് കൊണ്ട് ഗ്യാസ് ഒന്നും വരില്ല. ഇനി കരിഞ്ഞു പോകാതെ നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ച ചെറിയ ഉള്ളിയാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. എരിവിനായി ഞാൻ ഇതുവരെ ഒന്നും ചേർത്തിരുന്നില്ല. ഇനിയാണ് ഞാനത് ചേർക്കുന്നത്. വേറൊന്നുമല്ല, ഉണക്കമുളക് ചതച്ചത്. ഈ ഉണക്കമുളക് ചതച്ചത് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കണം. ഈ റെസിപ്പിയിൽ പാൽക്കപ്പയ്ക്ക് റെഡ് ടിൻറ്റ് കൊടുക്കുന്നത് ഈ ക്രഷ് ചില്ലിയാണ്. അതുകൊണ്ട് വൈറ്റ് കളറിൽ പാൽക്കപ്പ വേണമെന്നുള്ളവർ ആദ്യമേ പച്ചമുളകാണ് ചതച്ചിടേണ്ടത്. അപ്പോൾ ഈ ക്രഷ് ചില്ലി ചേർക്കരുത്. ചതച്ച ഉണക്കമുളക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്ന കപ്പ അതിലേക്ക് ചേർക്കുകയാണ്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ ചെറിയ ലൂസായിട്ടാണ് എടുക്കുന്നത്, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അത് കുറുകും. ചോറിൻ്റെ കൂടെയും പാൽക്കഞ്ഞിയുടെ കൂടെയും ഒക്കെ ഈ പാൽക്കപ്പ കഴിക്കുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അതിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഫീഡ്ബാക്ക് തരാനും മറക്കരുത്. പാൽക്കപ്പയുടെ ടെക്സ്ചർ കണ്ടോ? തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ 1-ാം പാലിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ. 2-ാം പാലിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുപോലെ ഉള്ളി നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം കേട്ടോ. കരിഞ്ഞു പോകരുത്. നല്ല മൂപ്പിച്ച ഉള്ളിയൊക്കെ ചേരുമ്പോഴാണ് ഈ പാൽക്കപ്പയുടെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്നത്. അങ്ങനെ പാൽക്കപ്പ റെഡിയായി കഴിഞ്ഞു. ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം.